ആ പഴയ കുന്തക്കുരുടി എന്ന നവമാധ്യമ വേദിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നവമാധ്യമ കൂട്ടായ്മയിലൂടെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും എന്റെ പ്രഭാത വന്ദനങ്ങൾ. അല്പസമയത്തെ ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യം വായിക്കുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നടത്തിയ ഒരു മിഷൻ പ്രവർത്തനമായിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ പ്രമേയം എന്നത് 10-ാം വാക്യത്തിൽ കാണുന്നത് പോലെ കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നത് തന്നെയാണ്. പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശത്തെ ഇവിടെ ജനത്തിന് വെളിവാക്കി കൊടുക്കുകയാണ്. പിതാവ് പുത്രനെ ഏൽപ്പിച്ചാക്കിയ പ്രവൃത്തി വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ഭംഗിയായി നിവർത്തിക്കുന്നു എന്നുള്ളത് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. ഈ ദൗത്യ നിർവഹണം ഒരു നിമിഷം നമ്മിലേക്ക് ശ്രദ്ധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഇന്ന് ഇവിടെ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളാണെങ്കിൽ, നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരോ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഈ സംഭവത്തിൽ യേശു കർത്താവ് സക്കായിയുമായി ഏറ്റുമുട്ടുകയാണ്. ആരാണ് ഈ സക്കായി? സക്കായി എന്ന യഹൂദ നാമത്തിന്റെ അർത്ഥം നീതിമാൻ എന്നാണ്. പേരിന് അന്വർത്ഥമായ ഒരു ജീവിതമായിരുന്നില്ല സക്കായി നയിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ സക്കായി ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. അവൻ ചുങ്കം പിരിവുകാരുടെ ഒരു പ്രമാണിയും ധനവാനുമായ ഒരു വ്യക്തി ആയിരുന്നു. ചുങ്കക്കാരോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ അവർ പാപത്തിന്റെ പ്രതീകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ കാര്യങ്ങൾ തന്നെ വെച്ച് നോക്കുമ്പോൾ ഈ സക്കായി ദൈവഭാഗത്തേക്ക് കടന്നു വരുന്നത് പ്രയാസമുള്ള വിഷയമായിരുന്നു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയൂടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. നീതിമാൻ എന്ന അർത്ഥമുള്ള തന്റെ പേരിന് വിപരീതമായിട്ടുള്ള ജീവിതമായിരുന്നു സക്കായിയുടേത്. പ്രിയമുള്ളവരെ, നാമും നമുക്ക് ലഭിച്ചിരിക്കുന്ന നാമങ്ങൾക്ക് അന്വർത്ഥമായിട്ടുള്ള ജീവിതമാണോ നയിക്കുന്നത് എന്നുള്ളത് ഇതിനാൽ ശോധന ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. പേരിന്റെ അർത്ഥത്തിന് വിപരീതമായിട്ടുള്ള സക്കായിയുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കുകയാണ് ഇവിടെ. അതിനായി കർത്താവ് തന്റെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ യെരിഹോവിലെത്തി കടന്നു പോകുകയാണ് സക്കായിയെ തേടി. യെരിഹോ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പട്ടണം ആണ്. ഈന്തപ്പനകളുടെ നഗരമെന്നാണ് യെരിഹോയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. സുഗന്ധദ്രവ്യങ്ങളുടെ പട്ടണം. അങ്ങനെ വാണിജ്യ വ്യവസായങ്ങളാൽ സമ്പന്നമായ ഒരു പട്ടണം ആയിരുന്ന യെരിഹോ തിരുവെഴുത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ ഇതിനെ ശപിക്കപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 17-ൽ ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരുന്നു എന്ന് കാണുന്നു. ആഹാനെ സംബന്ധിച്ചിടത്തോളം ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന വലിയ പാപത്തിലേക്ക് ആനയിച്ചത് ഈ പട്ടണം തന്നെയാണ്. ഇസ്രായേൽ ഈ പട്ടണം നശിപ്പിച്ചതിന് ശേഷം അത് വീണ്ടും പണിതാൽ സംഭവിക്കാവുന്ന ദുഃഖകരമായ കാര്യങ്ങൾ ദൈവം നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്തത് അതുപോലെ തന്നെ നിവർത്തിയായതാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യവും 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 34-ും വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഇവിടെ കർത്താവ് യെരിഹോവിൽ ശാപം നിറഞ്ഞ പട്ടണത്തിൽ നീതി എന്തെന്നറിയാതെ പാപത്തിൽ രസിച്ച് ജീവിക്കുന്ന സക്കായിയെ തേടി ലോകരക്ഷകൻ എത്തുകയാണ്. പ്രിയരെ, കർത്താവ് നമ്മെ തേടി നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, വീണ്ടെടുപ്പാൻ ഈ ശാപം നിറഞ്ഞ ഭൂമിയിലേക്ക് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് കടന്നുവന്ന് ആണ് നമ്മെ രക്ഷിച്ചത്. ഈ വലിയ സത്യം ഈ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭാഗം നാം വീണ്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ സക്കായി യേശുവിനെ കാണുവാൻ, അവൻ എങ്ങനെയുള്ളവൻ എന്ന് അറിവാൻ, അവനെ സ്വീകരിക്കുവാനായിട്ടല്ല,
അവൻ എങ്ങനെയുള്ളവനെന്ന് കണ്ടറിയുവാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. കാരണം ഒന്ന്, താൻ വളർച്ചയിൽ കുറിയവനായിരുന്നു എന്നത് തന്നെയാണ്. തന്റേതായിട്ടുള്ള ബലഹീനത കർത്താവിനെ കാണുന്നതിൽ, കർത്താവിന്റെ മഹത്വത്തെ അറിയുന്നതിന് ഒരു തടസ്സമായിരുന്നു. രണ്ടാമത്തെ കാര്യം, പുരുഷാരം ഒരു നിമിത്തമായിരുന്നു. രണ്ടാമത്തെ ഈ കാര്യം നാം കുറിക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുന്നതിന് നാം ഒരു തടസ്സമായിരിക്കുന്നുവോ എന്നുള്ളത് നാം തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പുരുഷാരത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നാം തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ട് അതിരിക്കുകയാണ്. രണ്ടാമത്തെ ശ്രമത്തിൽ കർത്താവ് അവനെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന മനസ്സലിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുവിനെ കാണുവാൻ മുൻപോട്ടോടി കാട്ടത്തിന്മേൽ കയറിയ സക്കായിയെ കർത്താവ് സ്നേഹിക്കുന്നു. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിന്റെ 30 മുതലുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ശുശ്രൂഷകളുടെ തിരക്കുകൾ മൂലം ആഹാരം കഴിപ്പാനോ വിശ്രമിപ്പാനോ കഴിയാതിരുന്ന യേശുവിനെയും ശിഷ്യന്മാരെയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ വിശ്രമിപ്പാനും ആഹാരം കഴിപ്പാനുമായിട്ട് ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ട് പോകുവാൻ പടക് കയറി പോകുമ്പോൾ ജനം കരയിലൂടെ ഓടി അവർക്ക് മുമ്പായി ആ സ്ഥലത്ത് എത്തിയപ്പോൾ കർത്താവ് അവരെ കണ്ട് മനസ്സലിഞ്ഞ് ആ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്ന ആ ജനത്തെ ഉപദേശിച്ചതും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചതുമായ ആ വലിയ കാര്യം ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. സക്കായി ഇപ്പോൾ കാട്ടത്തിമരത്തിന്റെ മുകളിലാണ്. കാട്ടത്തിമരം ഇത് ശക്തിയെയും ആ സംരക്ഷണത്തിന്റെയും പ്രതീകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശുവിനെ കാണുവാനുള്ള ആ സക്കായിയുടെ ആ ശ്രമം അവനെ കൊണ്ട് ചെന്നെത്തിച്ചത് ഈ ലോകത്തിന്റെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്കെന്നാണ് ഈ കാട്ടത്തിൻ മരത്തിന്മേൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് കർത്താവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നും ഈ നിലയിലുള്ള വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൂരെ നിന്നുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദൂരത്തായിരിക്കുന്നവരെ സമീപസ്ഥരാക്കി തീർക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. സക്കായി ആ മരത്തിന്മേൽ ഇരിക്കുന്നിടത്തോളം കാലം കർത്താവിന് അവനോട് കൂടെ പാർക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് വിളിക്കുകയാണ്. കർത്താവ് ഇവിടെ വിളിക്കുകയാണ്, ഇറങ്ങിവാ സക്കായിയെ, ഇറങ്ങിവാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കർത്താവ് ഇന്ന് നമ്മെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇറങ്ങി വരേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ കർത്താവിന് നമ്മോടുകൂടെ പാർക്കുവാൻ കഴിയുള്ളൂ. വെളിപ്പാട് പുസ്തകം 3-ൽ ലവോദിക്ക സഭയോടുള്ള ആ ബന്ധത്തിൽ എന്താണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്? അവിടെ വായിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്നാണ് കാണുന്നത്. സക്കായി യേശുവിന്റെ ഈ വിളി സ്വീകരിച്ചു. അവൻ മുമ്പോട്ടോടി കാട്ടത്തിന്മേൽ കയറിയതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ കർത്താവിന്റെ വിളി കേട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി വരുന്ന സക്കായിയെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇത് വളരെ ചിന്തനീയമാണ്. തിരുവചന സത്യങ്ങൾ നാം കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, അത് സത്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ സ്വീകരിക്കുന്നതിന് യാതൊരു നിലയിലുള്ള സമയം വയ്ക്കുവാനായിട്ട് കഴിയാൻ പാടില്ല. അതിന് കൊടുക്കേണ്ടത്ര തിടുക്കത്തെ ഇത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഉന്നത സ്ഥാനത്തെത്താൻ ഓടിയ സക്കായി ഇപ്പോൾ കർത്താവിനെ സ്വീകരിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. സക്കായി കർത്താവിനെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് അവനെ നന്നായി അറിയുന്നു. അവനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്, സക്കായിയെ ഇറങ്ങിവ. സക്കായി കർത്താവ് തന്നെ വിളിച്ചപ്പോൾ ആ വിളിയിൽ അടങ്ങിയിരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവൻ തിരിച്ചറിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 8-ാം വാക്യത്തില് ആ സക്കായി നിന്നുകൊണ്ട്
ആ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പുരുഷാരം പിറുപിറുക്കുമ്പോൾ സക്കായി നിന്നുകൊണ്ട് പറയുന്ന ആ ഏറ്റുപറച്ചിലുകൾ, ആ സമർപ്പണം വളരെ ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. പുരുഷാരം തന്നെ മനസ്സിലാക്കുന്നതിനും ആ വിപരീതമായിട്ട് കർത്താവ് സക്കായിയെ അറിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 9-ാം വാക്യത്തിൽ പറയുന്നത്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് യേശു പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറയുന്നത് എന്താണ്? എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പ്രിയരെ, നമുക്ക് ഈ നല്ല കർത്താവിനോട് ചേർന്നിരിക്കാം. പല ആത്മീകമായ നല്ല കാര്യങ്ങൾക്ക് നാം പങ്കുവഹിക്കുന്നവരായിരിക്കാം. എന്നാൽ നാം നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു. നാം ഇന്ന് എവിടെയാണ്? നമ്മുടെ ഇരിപ്പ് എവിടെയാണ്? അല്പം താഴത്തേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ടോ നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ? ഈ വചനങ്ങളാലും കർത്താവ് സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടെ എന്റെ എളിയ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.